ആകുന്ന വിവരം ഇവിടെ ഒരുപാട് നേതാക്കളുണ്ട്. പ്രിൻസ് ലൂക്കോസ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഇതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെ ആയിരിക്കും അല്ലേ നിങ്ങൾ കാണുന്നത്? തീർച്ചയായും വലിയ വീഴ്ചയാണ്. ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ സംഭവം നടന്നിട്ട് 2 മണിക്കൂറാകുകയാണ്. 2 മണിക്കൂർ ഈ ശുചിമുറി ഇടിഞ്ഞ് വീണിട്ട് ഇതിൽ ആളുണ്ടോ എന്നോ ആൾ പെട്ടിട്ടുണ്ടോ എന്ന സംശയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതുവരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ആംബുലൻസ് വരാൻ പറ്റുന്നില്ല, ഫയർഫോഴ്സ് ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല, JCB വരാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാവരും കാഴ്ചക്കാരെ നിൽക്കുകയാണ്. വളരെ ദുഃഖകരമായ ഒരു അത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചുറ്റിലും ഇങ്ങനെ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു കെട്ടിടം ആയതുകൊണ്ടല്ലേ, ആംബുലൻസിനോ അല്ലെങ്കിൽ അതിപ്പോ ഉണ്ടായ ഒരു സംഭവം അല്ലല്ലോ. എങ്കിൽ കൂടി ഈ സംഭവം ഉണ്ടായിട്ട് ഇതിന്റെ ഒരു കാര്യം പറയാം, ഈ പഴയ കെട്ടിടങ്ങളുടെ ബലക്ഷേപമൊക്കെ പരിശോധിക്കാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അതിന്റെ കൊണ്ട് അതൊന്നും നിർവഹിക്കപ്പെട്ടില്ല. പല വീഴ്ചകളുണ്ട്. വീഴ്ചകളുടെ പുറത്ത് വീഴ്ചകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ചയുടെ ഒരു ദുരന്തമുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനിയും ഈ കെട്ടിടത്തിന്റെ എല്ലാം അവസ്ഥ പരിശോധിക്കുവാൻ അധികാരികൾ തുനിയുകയും ദുരന്തം ഒഴിവാക്കാനുള്ള നടപടികൾ ഈ പശ്ചാത്തലത്തിൽ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിനുള്ളിലേക്ക് ഹിറ്റാച്ചി എത്തിച്ച ശേഷം ഈ ബാക്കി ഭാഗം കൂടി, അതായത് ഇത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമമാണ്. പോലീസ് അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ തീർച്ചയായും അതാണ് ഇവർ എല്ലാവരും പറയുന്നത് പോലെ ഇതിൽ ആളുകളുണ്ടോ? സാധാരണ നിലയിൽ ഒരു കെട്ടിടം തകർന്നു വീണാൽ അതിൽ ആളുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, പക്ഷേ ഈ പ്രാഥമികമായി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ള ഒരു സാഹചര്യമുണ്ടല്ലോ. ഇതിപ്പോൾ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചതായിരുന്നു എന്ന മറുപടി പറഞ്ഞ് മന്ത്രിമാർ പിന്മാറിയെങ്കിലും അവിടുത്തെ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരുന്നതല്ല, അവിടെ വാർഡുകൾ പ്രവർത്തിച്ചിരുന്നു. മുകളിലെ ബാത്റൂം അടക്കമല്ലേ തകർന്നു വീണത് എന്ന് പറയുമ്പോൾ ആ ബാത്റൂമിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും കാണാതായിട്ടുണ്ടോ? ഇത്തരം സംശയങ്ങൾക്ക് അല്ലെങ്കിൽ അവർ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? അവിടുത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാരെയോ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ? ആരെങ്കിലും മിസ്സിംഗ് ആണോ? ഇതിലേക്കൊക്കെ പോകാതെ ഇവിടെ ആരും ഇല്ല എന്നുറപ്പിച്ച് ഇതൊരു അപകടമേ അല്ല എന്ന തരത്തിലുള്ള പ്രതികരണവുമായി അധികൃതർ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? കാരണം ചില പ്രതികരണങ്ങളും ചില റിപ്പോർട്ടുകളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതോ ഒരാളുടെ കൂട്ടിരിപ്പിന് വന്ന ആളെ കാണാനില്ല. അത് സ്ഥിരീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ പോലും അത്തരം സാധ്യതകൾ അങ്ങനെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ ശ്രീജിത്ത്. അഭിലാഷ്, ഒരു പരിധിവരെ ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയതിന്റെ ഒരു പ്രധാന കാരണമായി കാണേണ്ടത്, ഇതൊരു 3 നിലകളിൽ ഫലത്തിൽ സംഭവിക്കുന്ന ഒരു ശൗചാലയത്തിന്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പെട്ടെന്നൊരു നോട്ടത്തിൽ ഇതിന്റെ ചില ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളുണ്ട്. അതുവഴി നോക്കിയാൽ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം അവർ അങ്ങനൊരു നിഗമനത്തിലെത്തിയത് എന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും വളരെ ഇതിന്റെ ഒരു പരിമിതി, കെട്ടിടത്തിന്റെ ഒരു പരിമിതി, ഇത് ചുറ്റിനും ഇത് കെട്ടിടമാണ്. അതായത് ഇതിന് ഏതെങ്കിലും ഒരു വാതിൽ കൂടി ഇതുവഴി വാഹനങ്ങൾ കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഫലത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. പക്ഷെ ഹിറ്റാച്ചി ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഇതിലെ ഉള്ളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇത് പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും